മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞ് മരിച്ചു എന്ന് സന്തോഷിച്ചിരുന്ന കരുണയ്ക്ക് നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. കരുണയ്ക്ക് തിരിച്ചടി കൊടുക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സിദ്ധയായ അമ്മയും മാർക്കോയും ചേർന്നാണ് കരുണയ്ക്ക് തിരിച്ചടി കൊടുക്കുന്നത്. എന്തായാലും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടിട്ട് ലേഖ ഈ മഹാലക്ഷ്മിയോടും കണ്ണനോടും പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആരെയും കുഞ്ഞിനെ നോക്കാനായിട്ട് നിർത്തണ്ട, ഇത്രയും ദിവസം ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ കണ്ടില്ലേ ആ ജാനമ്മ പാല് കൊടുത്തിട്ട് അതിൻ്റെ അളവ് കൂടിപ്പോയി, കുഞ്ഞിന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയില്ലേ, ഇനി അവരെ നിർത്തണ്ടെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് സാരമില്ല ലേഖ, നിനക്കിപ്പോൾ ആരെയും വിശ്വാസം ഇല്ലാണ്ടായിട്ടുണ്ട്, എന്തായാലും ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ ആവശ്യം, അപ്പം ജാനമ്മ തന്നെ നിന്നോട്ടെ, അവരാണെങ്കിൽ നല്ലൊരു സ്ത്രീയാണ്. പിന്നീട് ഈ അനന്തുവിനോട് ലേഖ സങ്കടം പറയുമ്പം ലേഖയെടുത്ത് അനന്ത് പറയുന്നുണ്ട്, എന്താ ലേഖ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, നീ എന്തിനാ അവരോട് നിങ്ങളുടെ കുഞ്ഞെന്ന് പറയണേ, അവരായതുകൊണ്ടല്ലേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നേക്കണേ, അത് മാത്രമാണോ, ഇനിയിപ്പോൾ അവർ കുഞ്ഞിനെ കൊണ്ട് പോയാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടെ പോയി കുഞ്ഞിനെ കാണാമല്ലോ, ഇങ്ങോട്ട് കൊണ്ടിരുന്നെങ്കിൽ കണ്ണനോട് പറഞ്ഞാൽ മതി, കണ്ണൻ കൊണ്ടുവരികയും ചെയ്യുമെന്ന്. അന്നേരം ലേഖ പറയുന്നുണ്ട്, എന്നാലും അനന്തവേട്ട എനിക്കൊരു സമാധാനമില്ല, കുഞ്ഞിനെ കൊണ്ട് അവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, എന്തായാലും നമ്മളത് സഹിച്ചല്ലേ പറ്റുള്ളൂ, നിനക്ക് എപ്പോൾ കുഞ്ഞിനെ വേണമെന്ന് തോന്നിയാലും അവർ കുഞ്ഞിനെ തരാൻ തയ്യാറുള്ളവരാ, കണ്ണനെയും മഹീനെയും നിനക്ക് അറിയാൻ പാടില്ല എന്ന് വയ്ക്കുമ്പം അതൊക്കെ എനിക്ക് അറിയാം, എന്നാലും കുഞ്ഞിനെ പിരിയണ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം അനന്തുമായിട്ടാണ്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഇപ്പം തന്നെ നീ കുഞ്ഞിൻ്റെ കൂടെ ആയിട്ട് എത്ര ദിവസമായി, ഞാനതിന് നിന്നോട് പരാതി ഒന്നും പറഞ്ഞില്ലല്ലോ, ഇന്ന് കണ്ണൻ ഇവിടെ കിടക്കാൻ വന്നതും നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. അന്നേരം ലേഖ പറയുന്നുണ്ട്, അതാ എന്തുകൊണ്ടാണ് പറഞ്ഞത് നേരെ, ഞാനും മഹിയാണല്ലോ കുഞ്ഞിൻ്റെ കൂടെ കിടന്നുകൊണ്ടിരുന്നത്, ഇന്നിപ്പോൾ കണ്ണേട്ടൻ കുഞ്ഞിൻ്റെ കൂടെ കിടക്കണതുകൊണ്ട് എനിക്കും കൂടെ മാറേണ്ട വന്നില്ലേ, അതാ എനിക്ക് കണ്ണേട്ടൻ വന്നത് ഇഷ്ടമാവാത്ത, എന്തായാലും ഇനി ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് പറയുന്നു. പിന്നീട് നമ്മളുടെ കരുണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ നിൽക്കണത്. ആ സമയത്ത് ദുർഗ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ട് ആസ്പത്രിയിൽ പോയിട്ട് എന്തായെന്ന് അറിയില്ലല്ലോ, ഞാൻ എന്തായാലും ഒന്ന് കണ്ണനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണെടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് കരുണ മനസ്സിൽ വിചാരിക്കുന്നത്, വിളിക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് കരയാനുള്ള വക കിട്ടും, എന്തായാലും ആ കുഞ്ഞിന് ജീവനോട് ഉണ്ടാവില്ല, നിങ്ങൾ ആസ്പത്രിയിൽ പോയി കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇരുന്ന്, ഇനി നിങ്ങൾക്ക് ആസ്പത്രിയിൽ പോയി കാണേണ്ടതൊന്നും വരില്ല, അധികം വൈകാതെ തന്നെ ജീവനില്ലാത്ത കുഞ്ഞിനെ കൊണ്ട് എല്ലാവരും ചേർന്ന് ഇങ്ങോട്ട് വരുമെന്ന്. ആ സമയം കണ്ണൻ ഫോണെടുത്തതും ദുർഗ ചോദിക്കുന്നുണ്ട്, എന്തായി മോനെ, കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇല്ലമ്മേ കുഞ്ഞിനൊരു കുഴപ്പമില്ല, പാല് കൊടുത്തത് കൂടിപ്പോയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് നാളെ ആകുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും, പാലധികം കുടിച്ചതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നും മോൾക്കില്ല എന്നാണ് പറഞ്ഞത്. അത് കേട്ടതും ദുർഗ പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോഴാണ് മോനെ സമാധാനമായത്, മോൻ പോയപ്പോൾ തൊട്ട് ഞാനിവിടെ പ്രാർത്ഥനയിൽ ഇരിക്കുമായിരുന്നു എന്ന്. അത് കേട്ടതും ഈ കരുണയ്ക്കാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട്, കാരണം കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്ന് തന്നെ കരുണയ്ക്ക് തോന്നിയിട്ട് കരുണ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ കുഞ്ഞിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ലടി, നിനക്ക് സന്തോഷിക്കാനുള്ള വകയൊന്നുമില്ല, കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല, പിന്നെ എന്തിനാ കുഞ്ഞിനെ ആസ്പത്രിയിൽ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല, മഹാലക്ഷ്മിക്ക് പാല് കുറവായതുകൊണ്ട് ഇന്ന് കുഞ്ഞിന് പാൽപ്പൊടി കലക്കിയാണ് കൊടുത്തത്, അതിൻ്റെ ഡോസ് കൂടിപ്പോയതുകൊണ്ട് കുഞ്ഞങ്ങനെ ഉറങ്ങിപ്പോയതും വായിക്കണം നിറയും പതിയൊക്കെ വന്നത്, അല്ലാതെ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ലാന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും കരുണ അത് പുറത്ത് കാണിക്കണില്ല. എന്നാലും ദുർഗയ്ക്ക് തോന്നുന്നുണ്ട് കരുണയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, അതെന്താടി ഞാനിത് പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ആ കുഞ്ഞ് മരിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിരുന്നു എന്ന് ചോദിക്കുമ്പം അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയണേ, ഞാൻ എന്തിനാ ആ കുഞ്ഞ് മരിക്കാൻ ആഗ്രഹിക്കണേന്ന് ചോദിക്കുമ്പം, അതല്ല നിന്റെ അച്ഛനും മുത്തശ്ശിക്കും നിനക്കും മഹാലക്ഷ്മിയും കണ്ണനും കരഞ്ഞു കാണണം എന്നല്ലേ ആഗ്രഹം, ഇപ്പോഴാണെങ്കിൽ ആ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ തന്നെ നിന്റെ മുഖത്തിൻ്റെ പാവം മാറി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അമ്മയ്ക്ക് എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താനല്ലേ നേരമുള്ളൂ, ഞാൻ പോകാമെന്നും പറഞ്ഞ് കരുണ റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിൽ ചെന്നതും കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്, അച്ഛനിപ്പോൾ എത്ര പ്രാവശ്യമായി എന്നെ ഇങ്ങനെ ആശിപ്പിക്കണു, ഇന്ന് ആ കുഞ്ഞ് മരിക്കുമെന്ന് തന്നെ വിചാരിച്ചത്, എന്തായാലും ആ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല, അച്ഛനെ വിളിച്ച് 2 വർത്താനം പറയണമെന്നും പറഞ്ഞുകൊണ്ട് കരുണ ഫോണെടുത്ത് പ്രതാപനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്, കാരണം ഇപ്പം തന്നെ കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്ത കരുണ വിളിച്ചു പറയുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് പ്രതാപൻ്റെ ഫോണിലേക്ക് കരുണയുടെ കോൾ വരുന്നത്. പ്രതാപൻ ഫോണെടുത്തതും കരുണമോളാടാ, കുഞ്ഞ് മരിച്ച കാര്യം പറയാൻ വിളിക്കണേയായിരിക്കും, ഇനിയിപ്പോൾ എന്തായാലും അനന്തുവിൻ്റെ വീട്ടിൽ 2 അമ്മമാരുടെ കരച്ചിൽ കേൾക്കാൻ പറ്റും, നാളെ കുഞ്ഞിനെ കാണാനും പോകണമെന്നൊക്കെ പറഞ്ഞ് വേഗം ഫോണെടുത്തതും, എന്താ മോളെ എന്തായി, കുഞ്ഞ് മരിച്ചോ എന്ന് ചോദിച്ചതും, കുഞ്ഞല്ല മരിച്ചത്, ഞാനാ ഇപ്പോൾ മരിക്കാൻ പോണതെന്ന്. അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്ന് ചോദിക്കുമ്പോൾ, ആ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, അതിനെ ആസ്പത്രിയിൽ കൊണ്ടുപോയായിരുന്നു, ആസ്പത്രിയിൽ കൊണ്ടുപോയി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് പാല് കുടിച്ചത് കൂടുതലായി പോയതുകൊണ്ട് കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടായെന്ന്, അല്ലാതെ
അല്ലാതെ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വിഷമൊന്നും ചെന്നതായിട്ട് ഡോക്ടർ പറഞ്ഞില്ല. അന്നേരം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് മോളെ ശരിയാവണേ? ആ വിഷം അവർ ആ കുഞ്ഞിന് കൊടുത്തെന്നാലോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, എന്നാൽ പിന്നെ അതൊക്കെ ആവിയായി പോയി കാണും. എന്തായാലും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. അച്ഛനിപ്പോൾ എത്ര പ്രാവശ്യമായി എന്നെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം മഹാലക്ഷ്മി ശരിക്കും ഞാൻ കരയുകയും ചെയ്യും. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. അത്രയ്ക്കും വീര്യം കൂടിയ വിഷം ഞാൻ അവരുടെ കൊടുത്തായിരുന്നു എന്ന് പറയുമ്പോൾ, എന്ത് വീര്യം കൂടിയ വിഷമാണെങ്കിലും ആ കൊച്ചിനൊന്നും സംഭവിച്ചിട്ടില്ല. അച്ഛനൊന്ന് ഫോൺ വെച്ചിട്ട് പോയെന്നും പറഞ്ഞ് കരുണ ദേഷ്യത്തോടുകൂടി ഫോൺ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്തായി കുഞ്ഞ് മരിച്ചോ എന്ന് ചോദിക്കുമ്പം, ഇല്ലടാ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല എന്ന്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കരുണ കുറേ സന്തോഷിച്ചു. അപ്പം ഞാൻ അവളോട് പറഞ്ഞത്, അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട, എല്ലാ പ്രാവശ്യം ഇതുപോലെ സന്തോഷിച്ചിട്ട് അവസാനം സങ്കടപ്പെടാനാ വിധി ഉണ്ടാവാറുള്ളൂ. എന്തായാലും ആ കുഞ്ഞും ആ കണ്ണനെ പോലെ മഹാലക്ഷ്മിയെ പോലെ എന്തോ അത്ഭുത ശക്തിയുള്ള കുഞ്ഞ് തന്നെയാ. അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ വിഷം ചെന്നിട്ടും ആ കുഞ്ഞ് മരിക്കാതിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് മാർക്കോനെയും ആ സിദ്ധയായ അമ്മേനെയാണ്. മാർക്കോ സിദ്ധയായ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, ഈ പ്രാവശ്യം കുഞ്ഞ് ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇനിയും കുഞ്ഞിനെ ആപത്തിൽപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, മാർക്കോ, കുഞ്ഞിന് ഒരേ പ്രാവശ്യവും കൊല്ലാൻ ശ്രമിക്കും തോറും അവർക്ക് തിരിച്ചടി കിട്ടും. പക്ഷെ അതിൻ്റെ തിരിച്ചടിയാണെന്ന് മനസ്സിലാക്കാതെ അവർ വീണ്ടും വീണ്ടും ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ മോൾക്കൊന്നും സംഭവിക്കില്ല, അതിനെ രക്ഷിക്കാൻ ദൈവങ്ങൾ കാവലുണ്ടെന്ന്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് ഒരു തിരിച്ചടി കൊടുക്കണ്ടേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, നീയായിട്ട് ആർക്കും തിരിച്ചടി ഒന്നും കൊടുക്കണ്ട, ആ കുഞ്ഞ് തന്നെ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടി കൊടുത്തോളും. എന്തായാലും നീ ഒന്ന് നാളെ കണ്ണനെ വിളിച്ച് നോക്ക്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ കണ്ണൻ പറയുന്നു. എന്നാൽ ശരി അമ്മേ, ഞാനിനി പോയിക്കോട്ടെ, ഇനി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇനി ഒരു പ്രശ്നമില്ല, കുറച്ച് ദിവസത്തേക്ക് ഇനി ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ആരും ശ്രമിക്കില്ല, നീ സമാധാനമായിട്ട് പോയിക്കോ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മീനെയാണ്. മഹാലക്ഷ്മി രാവിലെ എഴുന്നേറ്റതും കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം, പിന്നെ പോകണം, പിന്നെ അത് മാത്രമല്ല അമ്മയ്ക്ക് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പം അത് കേട്ടുകൊണ്ട് ലേഖ അങ്ങോട്ട് വരുന്നുണ്ട്. ലേഖ വന്നതും പറയുന്നുണ്ട്, എന്തിനാ കണ്ണേട്ട ഇപ്പോൾ ആവശ്യമില്ലാത്തതിനൊക്കെ നിൽക്കണം, അവരുടെ സ്വഭാവം മാറിയതാണെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവരെ കുഞ്ഞിനെ കാണാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമൊന്നും വേണ്ട, പിന്നെ ഓണം കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് കണ്ണേട്ടനെ അങ്ങോട്ട് പോകൂലേ, അപ്പം കണ്ടാൽ പോരെന്ന് വയ്ക്കുമ്പം, അതല്ല ലേഖ, കുറേ ദിവസമായി അമ്മ മോളെ കാണണമെന്ന് പറയണു, എന്തായാലും ഇനി ഓണം കഴിയാൻ കുറച്ച് ദിവസം കൂടി ഇല്ലേ, അതുകൊണ്ട് ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിക്കാം, ഇല്ലെങ്കിൽ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് കൊണ്ടുവരാം. അന്നേരം ലേഖ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട കണ്ണേട്ടാ, ഇനി അവർക്ക് കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന്. ആ സമയത്താണ് നമ്മളുടെ കണ്ണൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും മാർക്കോയെ അല്ല വിളിക്കണേന്ന് പറഞ്ഞ് കണ്ണൻ കോൾ അറ്റൻഡ് ചെയ്തിട്ട്, എന്താ മാർക്കോ എന്ന് വെച്ചതും, അല്ല കണ്ണൻ സാറേ, ഞാൻ വെറുതെ വിളിച്ചതാ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം, കുഞ്ഞൊക്കെ സുഖമായിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ, സുഖമായിരിക്കണോ മാർക്കോ, കുഞ്ഞിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇന്നലെ ചെറിയൊരു കുഴപ്പമുണ്ടായി, ഇന്നലെ കുഞ്ഞിന് പാല് മാറ്റി കൊടുത്തത് കൂടുതലായി പോയിട്ട് കുഞ്ഞിന് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണേ ഉണ്ടായില്ല. അവസാനം ലേഖയും മഹിയും കൂടി കുഞ്ഞിനെ നിർബന്ധമായിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയപ്പം കുഞ്ഞിൻ്റെ വായിക്കടെ നൊരയും പതയൊക്കെ വന്നിട്ട് മഹി ലേഖയും പേടിച്ചു പോയി. പിന്നെ ഞങ്ങൾ രാത്രി തന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് പാല് കുടിച്ചത് കൂടിപ്പോയത് കൊണ്ടാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാറിനോട് ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം, മഹാലക്ഷ്മിയോ ലേഖ ചേച്ചിയോ ഈ വിവരം അറിയരുതെന്ന്. അന്നേരം എന്താ മാർക്കോ എന്ന് ചോദിച്ചതും, കണ്ണൻ സാറെ, ഇന്നലെ കുഞ്ഞിന് വയ്യാതെ ആയത് പാല് കുടിച്ചത് കൂടിപ്പോയിട്ടൊന്നുമല്ല, കുഞ്ഞിൻ്റെ ശരീരത്തിന് വിഷം ചെന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്ത് വിഷം ചെന്നിട്ടുണ്ടെന്നോ, മാർക്കോ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ കാണാറുള്ള ആ സിദ്ധിയായ അമ്മയില്ലേ, ആ അമ്മ അത് എന്നോട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം അമ്മയും ഞാനും കൂടി അമ്പലത്തിൽ ഒരുപാട് പൂജയും വഴിപാടും പ്രാർത്ഥനയൊക്കെ നടത്തി, അങ്ങനെ കുഞ്ഞിൻ്റെ ശരീരത്തെ വിഷം ആ അമ്മ തന്നെ വലിച്ചെടുത്തതാണ്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, നേരാണോ മാർക്കോ ഈ പറയണേ, അപ്പോൾ ആരായിരിക്കും കുഞ്ഞിന് വിഷം കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും ശത്രുക്കൾ കുഞ്ഞിൻ്റെ പിന്നാലെ തന്നെയുണ്ട്, കണ്ണൻ സാറിൻ്റെ മഹാലക്ഷ്മിയുടെ ശ്രദ്ധ എപ്പോഴും കുഞ്ഞിലുണ്ടാവണം, കുഞ്ഞിനെ ആപത്തിപ്പെടുത്താനായിട്ട് പ്രതാപനും പ്രതാപൻ്റെ മോളും എല്ലാവരും ഉണ്ടെന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ മോളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ അവർക്ക് എങ്ങനെ തോന്നി, എന്നാലും മോൾക്ക് വിഷം കൊടുത്തത് ആരായിരിക്കും എന്ന് ചോദിക്കുമ്പം, അത് വേറെ ആരുമല്ല, നിങ്ങളുടെ അവിടെ കുഞ്ഞിനെ നോക്കാനായിട്ട് വരുന്നില്ലേ ആ ഒരു വൃദ്ധയായ സ്ത്രീ, അവർ തന്നെയാണ് കുഞ്ഞിന് വിഷം കൊടുത്തത്, പക്ഷെ അവർ മനഃപൂർവ്വം ചെയ്തതല്ല, അവരെ ആരൊക്കെയോ ചേർന്ന് നിർബന്ധിച്ച് ചെയ്തതാണ്. സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും അവരങ്ങനത്തെ ഒരു സ്ത്രീ ആയിരുന്നോ, ഞാനൊരു വൃദ്ധയായ സ്ത്രീയല്ലോ എന്ന് വിചാരിച്ച് അവരോട് സഹതാപം വിചാരിച്ചിരിക്കുകയായിരുന്നു, ഇനി മോളെയും കൊണ്ട് കമലേശ്വരത്തേക്ക് പോകുമ്പോഴും അവരെയും വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നതാ, ഇവരിങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, നമുക്ക് വിശ്വസിച്ചേ പറ്റൂ കണ്ണൻ സാറേ, അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്, പക്ഷേ മോളെ ഉപദ്രവിക്കാൻ ആർക്കും പറ്റില്ല, ഇതിനു മുമ്പും മോളെ കൊല്ലാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതാരാ മാർക്കോ എന്ന് ചോദിക്കുമ്പം, ഇനിയിപ്പോൾ
ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മോൾക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ മോൾക്ക് ദൈവങ്ങളുടെ കാവലുണ്ട്, അതുകൊണ്ട് ആർക്കും മോളെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും കണ്ണൻ സാറും മഹാലക്ഷ്മിയും എപ്പോഴും മോളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ആ സമയം കണ്ണനാണെങ്കിൽ ഇനി ആ പ്രതാപനെ നമ്മൾ എന്ത് ചെയ്യും മാർക്കോ എന്ന് ചോദിച്ചതും അതൊക്കെ ഉണ്ട് കണ്ണൻ സാറ്. പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും ആ കരുണയ്ക്കുള്ള തിരിച്ചടി ഞാൻ അധികം വൈകാതെ തന്നെ കൊടുക്കും. സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്നാലും എന്തിനാണ് മാർക്കോ അവർ നമ്മളുടെ ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കണേന്ന് ചോദിക്കുമ്പം അത് വേറൊന്നിനുമല്ല, കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും കണ്ണീര് കാണാൻ വേണ്ടിയിട്ടാണ് പ്രതാപൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അത് കണ്ണൻ സാറിന് അറിയാലോ, അവരുടെ മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരുണയുടെ അറിവോടുകൂടി തന്നെയാണ് അവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണേന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അവളൊരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കണവളല്ലേ, എന്നിട്ടല്ലേ അവൾ മറ്റൊരു കുഞ്ഞിൻ്റെ ജീവനെടുക്കാൻ നടക്കണേ. അപ്പോൾ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഞാൻ അത് തന്നെയാണ് പറഞ്ഞ കരുണയ്ക്ക് നല്ല തിരിച്ചടി കൊടുക്കാനുള്ള സമയമായി. എന്തായാലും അധികം വൈകാതെ തന്നെ അവൾ ഈ ജീവിതത്തിൽ മറക്കൂലാത്ത രീതിയിലുള്ള തിരിച്ചടി കൊടുക്കാൻ ഞാനും ആ സിദ്ധയായ അമ്മയും തീരുമാനിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് ഫോൺ വെച്ചതും കണ്ണൻ മഹാലക്ഷ്മിയുടെ ലേഖയുടെ അടുത്തേക്ക് ചെന്നതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മാർക്കോ എന്തിനാണ് കണ്ണേട്ട വിളിച്ചാൽ അവൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം മാർക്കോ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. മോൾക്ക് ഇന്നലെ സംഭവിച്ചത് സാധാരണയായിട്ട് പാല് കുടിക്കുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടൊന്നുമല്ല, മോളുടെ ശരീരത്ത് എന്തോ വിഷം ചെന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടതും മഹാലക്ഷ്മിയും ലേഖയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ വിഷം ചെന്നു? അതെങ്ങനെയാണ് കണ്ണേട്ടാന്ന് ചോദിച്ചതും ഇവിടെ വരുന്ന ആ ജാനമ്മയില്ലേ, ആ ജാനമ്മ വഴി ആ കുഞ്ഞിൻ്റെ ശരീരത്ത് വിഷം ചെന്നത്. ആ ജാനമ്മയെ പറഞ്ഞു വിട്ടത് വേറെ ആരുമല്ല, ആ പ്രതാപൻ തന്നെയാണ്. അത് കേട്ടതും ലേഖയ്ക്ക് മഹാലക്ഷ്മിക്ക് അത് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നിട്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടന് ഇതെന്തൊക്കെയാണ് പറയണേ, അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടത് അപ്പോൾ പ്രതാപനാണോ എന്ന് ചോദിക്കുമ്പം പറഞ്ഞു വിട്ടത് പ്രതാപനല്ല, പക്ഷേ കുഞ്ഞിന് വിഷം കൊടുക്കാൻ ഏൽപ്പിച്ചത് പ്രതാപന. എന്തായാലും അവർ പാലിൽ വിഷം കലർത്തി കൊടുത്തിട്ടാണ് കുഞ്ഞിന് സുഖമില്ലാണ്ടായത്. എന്നിട്ട് പിന്നെ ഡോക്ടർ അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് പറയുമ്പം ഡോക്ടറുടെ അടുത്ത് നമ്മൾ എത്തുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വിഷാംശം നമ്മളെപ്പോഴും കാണാറുണ്ടായിരുന്ന ആ സിദ്ധയായ അമ്മയില്ലേ, ആ അമ്മ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതാ ഡോക്ടറുടെ പരിശോധനയിൽ ശരീരത്ത് വിഷമൊന്നും കാണാത്തതെന്നു. അത് കേട്ടതും മഹാലക്ഷ്മിയുടെ അടുത്ത് രേഖ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി മഹി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആരെയും കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിക്കണ്ടെന്ന്. ഇപ്പം ഭാഗ്യം കൊണ്ടാണ് നമുക്ക് കുഞ്ഞിനെ ജീവനോടെ കിട്ടിയത്, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് മഹിക്ക് അറിയാലോ. അതാ ഞാൻ പറഞ്ഞ കുഞ്ഞിനെ നോക്കാനായിട്ട് ആരെയും നിർത്തണ്ടാന്ന്. ഇത് കേട്ടത് മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും മാർക്കോയും ആ സിദ്ധയായ അമ്മയും കൂടി ചേർന്ന് കരുണയ്ക്കും പ്രതാപൻ്റെ അമ്മയ്ക്കും നല്ല 8ന്റെ പണി തന്നെ കൊടുക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.